ഇനി സന്യാസിമാരും ഈ വാനപ്രസ്ഥനും സന്യാസിമാരും ഉണ്ട് രണ്ട് തരത്തില്. സാധകന്മാരുണ്ട്, സിദ്ധന്മാരുണ്ട്. സന്യാസിമാര് സിദ്ധന്മാരായ പരമവംസന്മാരായിട്ടുള്ള സന്യാസിമാരെ ചിലപ്പോൾ ബാഹ്യമായിട്ടുള്ള ലക്ഷണം കൊണ്ടൊന്നും തിരിച്ചറിയാൻ പറ്റുകയില്ല. സാധകനായാലും സിദ്ധനായാലും രണ്ടുപേരും വിഷയാനന്ദത്തിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നാണ് സന്യാസ ധർമ്മത്തെക്കുറിച്ച് പറയുന്നത്. അതൊന്നും നമുക്കിവിടെ കൂടുതൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതിലേക്കാണ് ഞാനിനി കൊണ്ടുപോകുന്നത്. ഗൃഹസ്ഥാശ്രമം, ഗൃഹസ്ഥന്റെ ധർമ്മം, അതാണ് നമ്മുടെ ഈ 11 മുതൽ 15 വരെ അധ്യായത്തിലെ പ്രധാനമായിട്ട് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കണമെന്ന് വിചാരിച്ചു വന്നത് ഗൃഹസ്ഥധർമ്മം, ഗൃഹസ്ഥനായിരിക്കുമ്പോൾ ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് സന്യാസി ആയിരിക്കുന്ന ഒരാള് അവൻ ഈ സന്യാസത്തില് സാധകനായാലും സിദ്ധന്മാരായാലും അവര് പ്രധാനമായിട്ടും വിഷയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. വിഷയങ്ങളിൽ നിന്ന് വിട്ടുനിന്നില്ല എങ്കിൽ വിഷയബന്ധം കൊണ്ട് പിന്നെ ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാം. ചില സന്യാസിമാര് വയസ്സാകുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതാണ്, വഴിയിൽ കിട്ടുന്നതെല്ലാം എടുത്തുകൊണ്ട് റൂമിൽ വെച്ച് എന്ന് വെച്ചാൽ ഈ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പൂർവജന്മാർജിതമായ വാസനകളെ വിദ്യ കൊണ്ട് വെല്ലാൻ, വിദ്യ കൊണ്ട് ജയിക്കാൻ കഴിയാതെ വരുമ്പോൾ, ഒരിക്കല് ഇന്നും ശിവേരി ബ്രഹ്മവിദ്യാലയത്തിലെ കൈവല്യാനന്ദ സ്വാമികള് അമ്മയുടെ ആശ്രമത്തിലും പന്മനാശ്രമത്തിലൊക്കെ ആചാര്യനായിരിക്കുന്ന കൈവല്യാൻ സ്വാമികളാണ് അവിടുത്തെ ആചാര്യൻ, ഞങ്ങളുടെ ആചാര്യൻ. ഇപ്പോഴും അവിടെ ചെല്ലുമ്പോൾ സ്വാമിയുടെ ക്ലാസ്സിന് പോയിരിക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചെല്ലുമ്പോൾ സ്വാമി ചോദിക്കും എന്നാണ് പോകുന്നത്, എപ്പോഴാണ് പോകുന്നത്? അപ്പോൾ നമ്മൾ വേറെ ബ്രാഞ്ചിലല്ലേ, കുറച്ച് ദിവസം കഴിഞ്ഞേ പോവുള്ളൂ, എന്ത് ചെയ്യുന്നു? അപ്പോൾ ഇങ്ങനെ ക്ലാസ്സൊക്കെ ഉണ്ട്. അപ്പോൾ പ്രത്യേകം സ്വാമി എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന കാര്യം, ശിവസ്വരൂപം ഒരു കാര്യം, വായനയും ധ്യാനവും പ്രാർത്ഥനയും നിർത്തരുത്, അത് തുടർന്നു കൊള്ളണം. എന്തൊക്കെ വന്നാലും ധ്യാനവും പ്രാർത്ഥനയും വായനയും നിർത്തുകയും ചെയ്യരുത്. എന്തുകൊണ്ടാണെന്ന് സ്വാമി ഓർമ്മിപ്പിക്കാണ്. അത് ശീലമായി മാറ്റണം. കുട്ടിക്കാലത്തുള്ള ചില വാസനകൾ ജീവിത സായാഹ്നത്തിൽ ബുദ്ധിയുടെ ബലം നഷ്ടപ്പെടുമ്പോൾ, ശരീരത്തിന്റെ ബലം നഷ്ടപ്പെടുമ്പോൾ, രോഗങ്ങൾ നമ്മുടെ ശരീരത്തെ ആക്രമിക്കുമ്പോൾ, ബന്ധുക്കളുടെ സഹായം നമുക്കില്ലാതെ വരുമ്പോൾ, ഏകനായി പോകുന്നു, ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു നിരാലംബത നമ്മുടെ മനസ്സിൽ കുടിയേറുമ്പോൾ നമുക്ക് വിഹ്വലതകൾ ഉണ്ടാവാം, ഭയമുണ്ടാവാം. അപ്പോൾ ചെറിയ വയസ്സിലുണ്ടായിരുന്ന പൂർവജന്മാർജിതമായ ആ വാസനകൾ നമ്മുടെ മനസ്സിനെ പിടികൂടുകയും മുറുമുറുക്കലും ഒക്കെ തുടങ്ങും, പൊറുപൊറുക്കാനും മുറുമുറുക്കാനും ഒക്കെ തുടങ്ങും. സ്വാമി പറയുകയാണ്, എന്തു ചെയ്യും? നമ്മുടെ മനസ്സ് ഇത്തരം ചപലതകളിലേക്ക് വീണു പോകാം. അതുകൊണ്ട് മനസ്സിനെ എപ്പോഴും ശീലത്തിൽ ഉറപ്പിച്ച് നിർത്തണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ധ്യാനവും പ്രാർത്ഥനയും ഏത് സന്ദർഭത്തിലും തുടർന്നിട്ട് ആ ശീലത്തിൽ മനസ്സിനെ ചേർത്ത് നിർത്തണം. അപ്പോൾ വയസ്സാകുന്ന സമയത്തും ആ ശീലം നമ്മുടെ മനസ്സിനെ കയറി പിടിക്കും. അതല്ല എങ്കിൽ ചെറുപ്പത്തിലെ ശീലത്തിലേക്ക് നമ്മൾ പോകും. അതുകൊണ്ടാണ് നമ്മൾ കാലത്ത് ഒരുങ്ങി വടക്കുന്നാഥനെ ദർശിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞൊരു പോക്ക. അങ്ങനെ ഈ ഇവിടുന്ന് നമ്മുടെ വടക്കാഞ്ചേരിയിൽ നിന്ന് ബസ് കയറി വടക്കുന്നാഥനെ ദർശിച്ച് തിരിച്ചു വന്നു. കാലത്ത് വെള്ളം പോലും കുടിക്കാതെ, ജലപാനം കൂടെ, വ്രതം. അപ്പൊ വ്രതമായിട്ട് പോയി അവിടെ പോയി ഭഗവാനെയൊക്കെ ദർശിച്ച് പ്രദക്ഷിണമൊക്കെ ചെയ്ത് ക്ഷീണിച്ച് ഇവിടെ വരുമ്പോ മരുമകള് വീട്ടിലുണ്ട്. കുട്ടികളെ അയക്കേണ്ട തിരക്കില് അമ്മയ്ക്ക് ഇഷ്ടമുള്ള മധുരമില്ലാത്ത കാപ്പി ഉണ്ടാക്കി വെക്കാൻ ഇച്ചിരി വൈകി. എന്തു ചെയ്യും? ഈ വടക്കുന്നാഥ ദർശനത്തിൽ നിന്ന് കിട്ടും സകല പുണ്യവും ഒറ്റ വാക്കിൽ തീർക്കും അവിടെ. അപ്പൊ അതെന്ത് പറ്റി എന്നുള്ള, ഈ വടക്കുന്നാഥ ക്ഷേത്ര ദർശനം കൊണ്ടോ ജീവിത സായാഹ്നത്തിൽ നമ്മൾ എത്തിയ സാധനയുടെ പരിപക്വത കൊണ്ടോ നമ്മുടെ മനസ്സിന്റെ ശീലമാകുന്ന ഗുണത്തിൽ ഉറപ്പിച്ചു നിർത്താൻ പറ്റാത്തത് കൊണ്ട് ഈ ചപലമായ മനസ്സ് കേറി പിടിക്കുന്നത് ജന്മവാസനകളിലേക്കാണ്. ഈ ജന്മവാസനകളെ അറുക്കുക എന്നുള്ളത് പരമപ്രധാനമായിട്ടുള്ളതാണ് എന്ന് പറയാൻ. അതാണ് നമ്മൾ ഗൃഹസ്ഥന്റെ ധർമ്മത്തിൽ പരമപ്രധാനമായിട്ട് വരുന്നത്.